റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ നിയമനിർമ്മാണ നടപടികൾ ശക്തമായിട്ടും ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഉടൻ കുറയ്ക്കാൻ സാധ്യത ഇല്ല എന്നാണ് സൂചന. സർക്കാരുമായി അടുത്ത വൃത്തങ്ങളാണ് ഈ സൂചന നൽകുന്നത്. റഷ്യയിൽ നിന്ന് ഊർജ്ജ ഉത്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ബിൽ ഓഗസ്റ്റ് 7-ന് US സെനറ്റ് പാസാക്കിയിരുന്നു. 86 പേർ അനുകൂലിച്ചും 11 പേർ എതിർത്തുമാണ് ബിൽ പാസ്സായത്. എന്നാൽ ബിൽ പാസ്സായതോടെ തന്നെ ഇന്ത്യക്ക് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് പുതിയ തീരുവയോ ഉപരോധമോ ഉടൻ ബാധകമാകില്ല. ബിൽ ഇനി US പ്രതിനിധി സഭയുടെ പരിഗണനയ്ക്ക് പോകണം. ഓഗസ്റ്റ് 31-ന് സഭ വീണ്ടും ചേരുമ്പോൾ സെനറ്റ് പാസാക്കിയ പതിപ്പ് അത് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് മാത്രമേ ഇത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരിഗണനയിൽ എത്തുകയുള്ളൂ. സെനറ്റിന്റെ നടപടി റഷ്യൻ എണ്ണയുടെ വിതരണത്തിൽ നയപരമായ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ ബില്ലിന് മുന്നിൽ കൂടുതൽ നിയമ നടപടികളും ഭരണപരമായ നടപടികളും ബാക്കിയുണ്ട്. ഉപരോധം എത്രത്തോളം ശക്തമായി നടപ്പാക്കുമെന്നതും ഇളവുകളോ അതോടൊപ്പം തന്നെ ഒഴിവാക്കലുകളോ അമേരിക്ക അനുവദിക്കുമോ എന്നതുമാണ് യഥാർത്ഥ പ്രത്യാഘാതം നിർണ്ണയിക്കുക. റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഒഴുക്ക് തടസ്സപ്പെട്ടാൽ അതിനു പകരം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ലഭ്യമാക്കേണ്ടി വരും. മതിയായ ബദൽ വിതരണം ലഭിച്ചില്ലെങ്കിൽ ആഗോള എണ്ണ വിപണിയിൽ ലഭ്യത കുറയുകയും വില ഉയരുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ റഷ്യൻ എണ്ണയുടെ വിതരണം പെട്ടെന്ന് തടയുന്നത് ആഗോള എണ്ണ വിപണിയിൽ കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യയിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന അളവിൽ എണ്ണ മറ്റിടങ്ങളിൽ നിന്ന് കണ്ടെത്തി പകരം വയ്ക്കുന്നത് എളുപ്പമല്ലെന്നും അവർ പറയുന്നുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% വരെ തീരുവ ചുമത്താൻ ആദ്യം നിർദ്ദേശിച്ചിരുന്ന ബില്ലിൽ പിന്നീട് മാറ്റം വരുത്തിയിട്ടുണ്ട്. പുതുക്കിയ നിർദ്ദേശപ്രകാരം 100% വരെ അധിക തീരുവ ചുമത്താനുള്ള വ്യവസ്ഥയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ എണ്ണ ആവശ്യത്തിന്റെ ഏകദേശം 88% ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റുന്നത്. ഇതിൽ റഷ്യയ്ക്ക് വലിയ പങ്ക് ഉണ്ടെന്നാണ് പ്രധാന കാര്യം. കണക്കുകൾ പ്രകാരം ജൂൺ ജൂലൈ കാലയളവിൽ ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഇറക്കുമതി പ്രതിദിനം ഏകദേശം 27 ലക്ഷം ബാരലായിരുന്നു. ഇത് ഇന്ത്യയുടെ ആകെ ക്രൂഡ് ഇറക്കുമതിയുടെ 50%-ലധികം വരും. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ വിതരണത്തിൽ തടസ്സമുണ്ടാകുന്ന സാഹചര്യത്തിൽ റഷ്യ എണ്ണ ഇന്ത്യക്ക് വലിയൊരു പിന്തുണയായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ വിതരണത്തെക്കുറിച്ച് ആശങ്ക ഉയർന്നപ്പോൾ റഷ്യൻ എണ്ണയുടെ പ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചു. റഷ്യൻ എണ്ണ ലഭിക്കുന്നത് ഇന്ത്യൻ റിഫൈനറികൾക്ക് പരമ്പരാഗത മിഡിൽ ഈസ്റ്റ് വിതരണ മാർഗങ്ങളിലെ ആശ്രയം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതിനാൽ തന്നെ US-ന്റെ നീക്കത്തിൽ ഉടനീളം ഇന്ത്യ റഷ്യയെ കൈവിടാനുള്ള ഒരു സാധ്യതയില്ല. മാത്രമല്ല, കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ ഇന്ത്യക്ക് മുന്നിൽ വേറെയും ചില കാരണങ്ങളുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഒഴുക്ക് ഇന്ത്യയിലേക്കോ ഏഷ്യയിലേക്കോ പെട്ടെന്ന് കുറയ്ക്കുകയാണെങ്കിൽ ആഗോള എണ്ണ വിപണിയിലെ ലഭ്യതയും ആവശ്യകതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കൂടുതൽ കടുപ്പത്തിലാകും. ഇതോടെ ക്രൂഡ് ഓയിൽ വില ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യക്ക് ഇത് കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദത്തിനും ഒരു പ്രധാന കാരണമായി മാറും. എണ്ണ വില ഉയർന്നാൽ രാജ്യത്തിന്റെ എണ്ണ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുകയും കറണ്ട് അക്കൗണ്ട് കമ്മി ഉയരുകയും ചെയ്യും. അതോടൊപ്പം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയിലും സമ്മർദ്ദമുണ്ടാകും. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലിൽ കുറവുണ്ടാകാൻ സാധ്യത ഇല്ല എന്നാണ് വിലയിരുത്തൽ.